ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഭഗവതാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാല ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഒട്ടേറെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഉള്ള പുരാതനമായ ക്ഷേത്രമാണിത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിന് മുന്നിൽ നിന്ന് കാണാം. ഇതാണ് പാല ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പ്രകൃതി ഭംഗി ഏറെയുള്ള മീനച്ചിലാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപാണ്ഡവരിൽ ഒരാളായ ധർമ്മപുത്രരാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമസേനൻ തൻ്റെ ഗദ കൊണ്ട് കുത്തിയ കിണർ. ഈ കിണറിലെ ജലത്തിന് ഗംഗാജലത്തിൻ്റെ ഔഷധഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഈ കിണറിലെ ജലമാണ് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ മതിലിൻ്റെ പിന്നിൽ മരങ്ങൾക്കിടയിൽ ഒരു പാറയുണ്ട്. ഭഗവാന്റെ സ്വത്താണ് ആ പാറയ്ക്കുള്ളിലെന്ന് പഴമക്കാർ പറയുന്നു. പഞ്ചപാണ്ഡവർ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ദേവീ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ ദേവീ സാന്നിധ്യമുള്ള സ്ഥലം ഈ ഭാഗത്താണ്. ഇതാണ് അമ്പാടി ഗോശാല. ഇവിടെ ധാരാളം ഗോക്കളുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന പാലും വെണ്ണയുമാണ് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന പാലും വെണ്ണയും ഭക്തരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചേട്ടനോട് ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടാ, ഈ അമ്പലത്തെക്കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഈ അമ്പലത്തിന് ഏകദേശം ഒരു 5000 വർഷത്തെ പഴക്കമുണ്ട്. പാണ്ഡവന്മാരുടെ കാലത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമായത്. പാണ്ഡവന്മാരുടെ വനവാസക്കാലത്ത് അവർ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അന്ന് ഈ പാരണ വീടുക എന്നൊരു ചടങ്ങുണ്ട്. ഏകാദശി വ്രതം നോറ്റിട്ട് പിറ്റേ ദിവസം ദ്വാദശിക്ക് പാരണ വീടുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ധർമ്മപുത്രർ എല്ലാ ഏകാദശിയും നോക്കുമായിരുന്നു. അപ്പോൾ ആ ചടങ്ങ് ഇവിടെ എത്തിയ ആ ഒരു സമയത്താണ് ഈ പാരണ വീടേണ്ട ആ ഒരു സമയത്ത്. അപ്പോൾ അവർക്കൊരു വിഷ്ണു പൂജ നടത്തിയിട്ട് വേണം പാരണ വിടാൻ. വ്രതം അവസാനിപ്പിക്കുക എന്നുള്ള പാരണ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുക. നമ്മൾ ഇത്തിരി തീർത്ഥം സ്വീകരിച്ച് അല്ലെങ്കിൽ ഒരു വിഷ്ണു പൂജ നടത്തി അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു വ്രതം അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് പാരണ വിടുക എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മപുത്രർ മറ്റ് സഹോദരന്മാരും കൂടി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പം വിഷ്ണു പൂജ നടത്താനുള്ള ഒരു സാഹചര്യം അവർ നോക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് നാരദ മഹർഷിയുടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം വ്യാസഭഗവാന്റെ കയ്യിൽ അദ്ദേഹം വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്ണു വിഗ്രഹം ഉണ്ടെന്നും അത് പോയി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് നിങ്ങൾക്ക് തരുമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ വ്യാസമുനിയുടെ അടുത്ത് ചെന്നിട്ട് ഈ വിഗ്രഹം കൊണ്ടുവരികയും അത് ഇവിടെ വെച്ച് പൂജിക്കുകയും ചെയ്തു എന്നാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു കാര്യം കൂടി എൻ്റെ അകത്തുണ്ട്. അതായത് ഈ ഗംഗാജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭീമസേനനെയാണ് നിയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഗംഗാജലം എത്താൻ കുറച്ച് വൈകി. പക്ഷേ ഇവിടെ പൂജയ്ക്കുള്ള സമയവും വൈകി. വിഷ്ണു പൂജയ്ക്കുള്ള ഒരു സമയം വൈകിയതുകൊണ്ട് ഈ മീനച്ചിലാറ്റിലെ ജലമെടുത്തിട്ട് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള നദിയിലെ ജലമെടുത്തിട്ടാണ് ആദ്യം അഭിഷേകം നടത്തി ഭഗവാനെ പൂജിച്ചത്. പക്ഷേ താമസിച്ച് ഭീമസേനൻ ഈ ഗംഗാജലം ഇവിടെ കൊണ്ടുവരികയും ഈ ഗംഗാജലം ഇവിടെ തന്നെ ഒരു കിണർ കുത്തി ആ ഗംഗാജലം അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു തീർത്ഥക്കിണറുള്ളതിന് വളരെയധികം പ്രാധാന്യം, അതിൽ വളരെയധികം പവിത്രത കൽപ്പിക്കുന്നുണ്ട്. ഗംഗാജലത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ തീർത്ഥക്കിണറിൽ. അപ്പം ഭീമൻ കുത്തിയ കിണറെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ അത് കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു പവിത്രമായ, നമുക്ക് അറിയാം നമ്മളിവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ തന്ത്രിമാരായിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഭഗവാൻ തന്നെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന, പൂർണ്ണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തി അദ്ദേഹത്തിൻ്റെയൊക്കെ സുഹൃത്തായിട്ടുള്ള, ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അർജുനൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ധർമ്മപുത്രരാണ് ഇത് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ അപൂർവമായിട്ട്, അതായത് നമ്മൾ അപൂർവമായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ്. അതായത് ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ഒരു ബ്രാഹ്മണന് ഊട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഭഗവാൻ ഭക്ഷണം കഴിക്കുള്ളൂ. ഇവിടുത്തെ ഉച്ചപൂജയ്ക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ബ്രാഹ്മണൻ, ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് ആ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത്, പുറത്തുനിന്ന് വരുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ഊട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഭഗവാൻ ഊണ് കഴിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത അത് മറ്റൊരു ക്ഷേത്രത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമസ്കാര ഊട്ട് എന്ന് പറയുന്ന ബ്രാഹ്മണ ഊട്ട് സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നടത്താറുണ്ടെങ്കിലും ഈ ഇത്തരത്തിലുള്ളൊരു ചടങ്ങായിട്ട്, അതായത് ഭഗവാൻ ഉണ്ണുന്നതിന് മുമ്പ് തന്നെ തീർത്ഥം കൊടുത്ത് ഒരു ബ്രാഹ്മണന് ഊട്ട് കൊടുത്ത്, അതായത് അതിഥിക്ക് ബ്രാഹ്മണനായിട്ട് ഉള്ള ഒരാളെ അതിഥിയായി കണ്ടുകൊണ്ട് അതിഥിക്ക് ഊണ് കൊടുത്തതിന് ശേഷവും ഊണ് കഴിക്കുന്ന ഗൃഹസ്ഥൻ ആ ഒരു സ്ഥാനത്തെ ഭഗവാനിവിടെ. അപ്പം അങ്ങനെ ഒരു പവിത്രമായ ഒരു കാര്യങ്ങളിലൂടെ നടന്നു വരുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൽ ഈ ശരിക്കും പ്രതിഷ്ഠ നടന്നിരിക്കുന്നത് കുംഭമാസത്തിൽ വെളുത്തപക്ഷ ദ്വാദശി. വെളുത്തപക്ഷ ദ്വാദശി എന്ന് പറഞ്ഞാൽ പൗർണമി വരുന്ന ആ ഒരു സമയമാണ് വെളുത്തപക്ഷം എന്ന് പറയുന്നത്. അതിൽ വരുന്ന ദ്വാദശിയിലാണ്, ഏകാദശി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമുള്ള ദ്വാദശിയിലാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ നമസ്കാര ഊട്ടിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ബ്രാഹ്മണന് ഊട്ട് കൊടുക്കുന്ന ആ ഒരു ചടങ്ങുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമസ്കാര ഊട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഏകാദശിക്ക് പാരണ വീടുന്നതും ഒരു പവിത്രമായിട്ട് അല്ല, ഇവിടെ ഇതിനൊരു വലിയ പ്രാധാന്യം കണക്കാക്കപ്പെടുന്നുണ്ട്. ആ സമയത്ത് പ്രതിഷ്ഠ നടന്നത്, അതിന് വേണ്ടിയിട്ട് പ്രതിഷ്ഠ നടന്നതുകൊണ്ട് ആ പാരണ വീടുക എന്നുള്ള ഒരു മനസ്സിലായല്ലോ. പാരണ വീടുക എന്ന് പറഞ്ഞാൽ ചടങ്ങ് മനസ്സിലായല്ലോ. നമ്മൾ ആ വ്രതം, ഏകാദശി വ്രതം നോറ്റ് പിറ്റേ ദിവസം നമ്മൾ വ്രതം അവസാനിപ്പിക്കുക. ചിലപ്പോൾ ഇത്തിരി തീർത്ഥം സ്വീകരിച്ചുകൊണ്ടായിരിക്കാം, അല്ല ഇത്തിരി മലരോ അതുപോലെ എന്തെങ്കിലും സ്വീകരിച്ചിട്ട് ആ വ്രതം മുറിക്കുക. ഏകാദശിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഉണ്ട്. ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യം. ഏകാദശി ദ്വാദശി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളും അത്ഭുതങ്ങളുമുള്ള ഒരു ക്ഷേത്രമാണിത്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതാരമെടുത്ത അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ഈ അമ്പലത്തിന് ഗണപതി എന്നു പേരുള്ള ഒരു ഗജവീരനുണ്ട്. ഈ ക്ഷേത്രത്തിന് ഉത്സവത്തിന് ഗണപതിയെയാണ് എഴുന്നള്ളിക്കുക. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള ഭരണങ്ങാനം എന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.